വൈകുന്നേരം ചായയുടെയൊക്കെ കഴിഞ്ഞാണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്താണ് നമ്മളെ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ആരാ നോക്കിയപ്പോൾ വേറെ ആരും അല്ലേ, ഇനി നമ്മളെ തറവാട്ടിൽ നിന്ന് അളച്ചും വലിയ അളച്ചനെ 2 മക്കൾസും വന്നതേനി കേട്ടോ. വീട്ടിൽ ആരെങ്കിലും വന്നാലേ ഓൾക്ക് എന്താ കൊടുക്കാനുള്ള ടെൻഷൻ ആവില്ലേ നമുക്കൊക്കെ. അതേപോലെ തന്നെ ടോൽ വന്നപ്പോൾ എനിക്കും എന്താണ് കൊടുക്കാൻ ഒരു പിടി ഉണ്ടായില്ല. കാരണം ബേക്കറി ഐറ്റംസ് ഒന്നും ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചാലൊക്കെ വന്നോണ്ട് ഞാനൊരു തട്ടിക്കൂട്ടി ഒരു കടിയാണ് ഉണ്ടാക്കിയത്. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മിക്സിയിൽ ഒറ്റ അരക്കലാണ്, എന്നിട്ട് യൂണിയപ്പോൾ ചട്ടിയിലാണ് ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ഇനി, പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ കയ്യിൽ പിന്നെ ഒരു സ്വീറ്റ് കോണും കൂടി ഉണ്ടായി കേട്ടോ. അതും കൂടി പൊഴിയാണ്ട് ഓൾക്ക് ചായയൊക്കെ കൊടുത്തിട്ടോ. ചെറിയ ഇളച്ച് ഞാൻ ഏകദേശം ഒരേ വൈബായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സരക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് സരക്കെ പറഞ്ഞാണ്ട് പിന്നെ മരിപ്പിന്റെ സമയമായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ ഓലെ യാത്രയാക്കിയാണ് ഞാൻ നിസ്കരിക്കാനോ അതാനൊക്കെ നിന്നിട്ടോ. കാരണം മരിപ്പിന്റെ സമയം തെറ്റുന്നതിന് മുമ്പ് അതൊക്കെ വേഗം ചെയ്യാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം മിലുവിനെ പഠിപ്പിക്കാൻ. മുതലൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എക്സാം അറബിക്കാണ്. എക്സാമിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്കിന്റെ പിന്നെ സ്കൂൾ ലൈഫാണ് കേട്ടോ ഓർമ്മ വരുന്നത്. കാരണം നമ്മളൊക്കെ എക്സാമിന്റെ ടൈമിൽ ഞങ്ങൾ നേരത്തെ കാലത്ത് തന്നെ സ്കൂളിൽ എത്തുണ്ടോ. നേരത്തെ കാലത്ത് പോകുന്നത് വേറെ ഒന്നും കേട്ടോ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം ആദ്യം തന്നെ ഞങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിട്ട് പിന്നെ വേഗം ഇതിൽ കോപ്പി ചെയ്താൽ നോക്കട്ടോ. ചുമരിൽ വെജിബിൾ ഡെസ്കുമൊക്കെ അങ്ങനെയൊക്കെ എഴുതിയാലും ടീച്ചർ വന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരു സ്ഥലം മാറ്റിലുണ്ട് കേട്ടോ. ആ സ്ഥലം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. വെറുതെ നമ്മൾ കുറേ സമയം വേസ്റ്റ് ആവുന്നുള്ളൂ. കുറേ കാലം കഴിഞ്ഞു പോയില്ലേ, വല്ലാത്ത ഓർമ്മകളൊക്കെ അല്ലേ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം പേപ്പർ കിട്ടുന്ന ഒരു ചടങ്ങ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാലാണ് അടുത്ത ടെസ്റ്റ്. നമ്മളെ ഫ്രണ്ട്സിന് നമ്മളെക്കാട്ടിലും ഒരു മാർക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ആ മാർക്ക് ഒന്നിലും കിട്ടാൻ നോക്കിയാൽ അത് നമ്മളോട് കണ്ടുപിടിച്ചാൽ വാങ്ങിച്ചിട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മളെ മാർക്ക് കൊണ്ടേ കാട്ടി കൊടുക്കണല്ലോ പേപ്പർ. കാരണം ഓളെക്കാട്ടിലും ഒരു മാർക്ക് കൂടുതൽ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനമാവുക. ഈ ഡയലോഗ് ഉമ്മാനോട് പോയി പറയുമ്പോൾ ഇമ്മക്കൊരു വർത്താനം കിട്ടോ. ഓല കാര്യം നോക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ളത്. അത് കേട്ടാൽ തൃപ്തിയാവും ചെയ്യുണ്ടോ. അന്നൊക്കെ എങ്ങനെയെങ്കിലും ഈ സ്കൂൾ ലൈഫ് തീർന്ന് കിട്ടിയാൽ മതി എന്നാണ് ഇട്ടുണ്ടായിരുന്നത്. എന്നാലും എക്സാമും പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഇനി അന്നത്തെ ചിന്താഗതി. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആ കാലഘട്ടം ഇനി ഏറ്റവും മനോഹരമായ നമ്മുടെ ജീവിതത്തിലെ കാലഘട്ടം എന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുമ്പോൾ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ സന്തോഷം തരുന്നത്. സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മകൾ മാത്രമാണല്ലേ. എൻ്റെ പഴയ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോളെ അവിടെ ഇവിടെയൊക്കെ പഠിപ്പിച്ച് വിട്ടിരിക്കണം. നാളെ എക്സാമിന് പോയി എഴുതിയാൽ മതി. ഇവനെ പഠിപ്പിച്ചായിരുന്നാലേ ആദ്യം പഠിച്ചാൽ വരെ മിഫോൺ കേട്ടോ. കാരണം നോക്കാണ് എഴുതാനും വരക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓൾ പഠിച്ചാലാണ് സമയത്ത് നിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു 10-15 മിനിറ്റ് ഒരു 10-20 പ്രാവശ്യമെങ്കിലും എടുത്ത് നോക്കും കേട്ടോ. ആരെങ്കിലും കമൻറ്റ് ചെയ്തിരിക്കണം, ആരൊക്കെ ലൈക്ക് ചെയ്തിരിക്കണേ, സബ്സ്ക്രൈബേഴ്സ് കൂടിയോ ഫോളോവേഴ്സ് കൂടിയോ എന്നൊക്കെ. പക്ഷേ അതൊക്കെ കുറവായിക്കാറ് കേട്ടോ മറ്റുള്ള വീഡിയോസ് അപേക്ഷിച്ച്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോസിനും കമൻറ്റും ലൈക്കൊക്കെ വരിക്കാറല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാ.